إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ആദരണീയരായ വിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണമെന്ന് എന്നെയും ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, യാ മുആദ്, ഹൽ തദ്രി ഹഖ്ഖല്ലാഹി അലാ ഇബാദിഹി വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്? അടിമകളായ മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടും റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അടിമകളായ മനുഷ്യന്മാരോടും ഉള്ള ഹക്ക് എന്താണ്, കടമ എന്താണ് എന്ന് താങ്കൾക്കറിയുമോ? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം. അല്ലാഹുവിനും അല്ലാഹുവിന്റെ തിരുദൂതർക്കുമാണ് ഏറ്റവും കാര്യങ്ങൾ നന്നായി അറിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു, ഫഇന്ന ഹഖ്ഖല്ലാഹി അലൽ ഇബാദി അൻ യഅ്ബുദൂഹു. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചെയ്യേണ്ട ആ റബ്ബിനെ മാത്രം ആരാധിക്കുക എന്നത്. അങ്ങനെ മനുഷ്യർ അല്ലാഹുവിന്റെ അടിയാറുകൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ റബ്ബ് അവരോട് തിരിച്ചു കൊടുക്കുന്ന മറ്റൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുക്കുന്നത് അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ശൈആ. ഇത്തരത്തിൽ ശിർക്ക് ചെയ്യാത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ യാതൊന്നിനെയും പങ്കുചേർക്കാത്ത ആളുകളെ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ്. സഹോദരന്മാരെ, ഇത് വിശ്വാസികളായ ഏതൊരു മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ട നിർബന്ധമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഒരു വിശ്വാസിയായി തീരുന്നത് തന്നെ ഈ വിഷയം കൃത്യമായി അറിയുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനു വേണ്ടി സൃഷ്ടിച്ചുവെന്നും ഈ ഭൗതിക ലോകത്തേക്ക് എന്തിനു വേണ്ടി പറഞ്ഞയച്ചുവെന്നുമൊക്കെ കൃത്യമായി പറയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മളൊക്കെ. എന്നാൽ
അതോടൊപ്പം തന്നെ നമ്മൾ സാമൂഹ്യമായി ഒരുമിച്ച് ജീവിക്കുമ്പോൾ വിശ്വാസികളായ നമ്മളുടെ സഹോദരന്മാരുമായി കൂടിക്കലർന്ന് ജീവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഹക്കുള്ളതുപോലെ തന്നെ നമ്മളുടെ സഹോദരന്മാരുമായി ബന്ധപ്പെട്ടും നാം നിർവഹിക്കേണ്ട ചില ബാധ്യതകളുണ്ട്. കഴിഞ്ഞ ഖുതുബകളിലൂടെ നാം മനസ്സിലാക്കിയതാണ്. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം സഹോദരന്മാരാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പറഞ്ഞത് വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത്, വിശ്വാസികളും വിശ്വാസിനികളുമൊക്കെ ബഅ്ദുഹും ഔലിയാഉ ബഅദ്, അവരിൽ ചിലർ അല്ലെങ്കിൽ അവർ പരസ്പരം ഉറ്റമിത്രങ്ങളാണ്. അത്രമാത്രം സാഹോദര്യ ബന്ധത്തിൽ പരസ്പരം കണ്ടറിഞ്ഞിടപെടേണ്ടവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു നൽകുകയാണ്. മാത്രമല്ല നമുക്കിടയിലുള്ള ഇണക്കവും സ്നേഹവും ഐക്യവുമൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു നൽകുകയാണ്. നമ്മളൊക്കെ എത്ര പണം ചിലവഴിച്ചാലും അതിനു വേണ്ടി എത്ര മെനക്കെട്ടാലും റബ്ബർ നൽകിയില്ല എങ്കിൽ നമുക്കിടയിൽ അത്തരത്തിലൊരു സുഹൃത്ത് ബന്ധവും ഇതേപോലെ തന്നെ വിശ്വാസികൾക്കിടയിലുള്ള ബന്ധവും ഐക്യവുമൊക്കെ നിലനിൽക്കുക എന്നത് അത് അപ്രാപ്യമാണ്, നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് അതിന്റെ വില തിരിച്ചറിഞ്ഞുകൊണ്ട്, അതിന്റെ വലുപ്പം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെടേണ്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ. അത്തരത്തിൽ നമുക്കിടയിൽ പരസ്പരം സ്നേഹവും ഐക്യവുമൊക്കെ നിലനിൽക്കാൻ വേണ്ട ചില മാർഗങ്ങളെ സംബന്ധിച്ചും കഴിഞ്ഞ ഖുതുബകളിൽ നാം മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകിയ ഒരു കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസികൾക്കിടയിൽ പരസ്പരം പാലിക്കപ്പെടേണ്ടുന്ന ബാധ്യതകൾ, കടമകൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കൃത്യതയോടുകൂടെ നിർവഹിക്കാൻ സാധിക്കുക എന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിന് സഹോദരനായ തന്റെ മുസ്ലിമുമായി 6 കടമകളുണ്ട്, ബാധ്യതകളുണ്ട്. എന്നിട്ട് പ്രവാചകൻ അവിടുന്ന് ഓരോന്ന് എണ്ണിപ്പറഞ്ഞു പഠിപ്പിച്ചു നൽകുകയാണ്. അവിടുന്ന് പറയുന്നു, ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, സഹോദരനായ മുസ്ലിമിനെ നീ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ നീ അവനോട് സലാം പറയണം എന്നുള്ളതാണ് ഒന്നാമത്തേത്. വഇദാ ദഅാക ഫഅജിബ്ഹു, അവൻ നിന്നെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അതിന് മറുപടി കൊടുക്കുക എന്നത് രണ്ടാമത്തേതാണ്. വഇദസ്തൻസഹക ഫൻസഹ്ല, അവൻ നിന്നോട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഗുണകരമായ കാര്യങ്ങൾ, നസീഹത്തുകൾ നിന്നോട് ആവശ്യപ്പെടും. ആ നസീഹത്തുകൾ കണ്ടറിഞ്ഞുകൊണ്ട് അവന് ഉപകാരപ്രദമായ രൂപത്തിൽ അവൻ ആ നസീഹത്തിന് മറുപടി കൊടുക്കുക എന്നത് പ്രവാചകൻ പറയുന്നു അത് മൂന്നാമത്തേതാണ്. വഇദാ അതസ ഫഹമിദല്ലാഹ ഫസമ്മിത, ഇനിയൊരു സഹോദരൻ അവൻ തുമ്മി എന്നിട്ട് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിച്ചു എങ്കിൽ ആ സ്തുതിക്ക് മറുപടി എന്നോണം നീ അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഫഇദാ മരിദ ഫഅദുഹു, അവൻ രോഗിയായി കഴിഞ്ഞാൽ അവനെ സന്ദർശിക്കണം. എന്നിട്ട് ശേഷം പ്രവാചകൻ പറയുന്നു വഇദാ മാത ഫത്തബിഅ, അവൻ മരണപ്പെട്ടാൽ നീ അവന്റെ ജനാസയെ അനുഗമിക്കുകയും ചെയ്യണം. ഇങ്ങനെ 6 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ നമുക്കിടയിലുള്ള ബന്ധം സുദൃഢമാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നാം പാലിക്കേണ്ട, പുലർത്തേണ്ട 6 വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ബാധ്യതകളെ സംബന്ധിച്ചാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതിലൊന്നാമത്തേത് തന്നെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനൂ. സലാമുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പറയുകയാണ്, അതിലാദ്യം ആരംഭിക്കുന്നത് തന്നെ നിങ്ങൾ വിശ്വാസികളായി തീരുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നിങ്ങൾ വിശ്വാസികളായി തീരുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനൂ ഹത്താ തഹാബ്ബു, പരസ്പരം നിങ്ങൾക്കിടയിൽ ഇഷ്ടമുണ്ടായിത്തീരുന്നത് വരെ, സ്നേഹമുണ്ടായിത്തീരുന്നത് വരെ നിങ്ങൾ വിശ്വാസികളുമായി തീരുകയില്ല. അപ്പൊ വിശ്വാസികൾ അവർ മുസ്ലിമീങ്ങളാണ് എന്ന പേരിൽ അവർക്കിടയിൽ സ്നേഹം ഉണ്ടാവണം. ഈ സ്നേഹം യഥാർത്ഥത്തിൽ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്.
ഇതാരാ പഠിപ്പിച്ചു നൽകുന്നത്? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെ പരസ്പരം വിശ്വാസികളായി സ്നേഹത്തോടുകൂടെ കഴിയുമ്പോഴാണ് അവന് സ്വർഗപ്രവേശനത്തിന് സാധ്യമാവുക. എന്നതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നമ്മളോട് ശേഷം പറയുന്നത് എന്താ? അവലാ അദുല്ലുക്കും അലാ ശൈ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു നൽകട്ടെ, ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു നൽകട്ടെ. ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, അത് നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകും, ഇഷ്ടമുണ്ടാകും. അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക. നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ സലാം പറയുന്നതിന് ഒരു പിശുക്കും കാണിക്കാതിരിക്കുക. ആ സലാമിന് നിങ്ങൾ വ്യാപിപ്പിക്കുക. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക. നമുക്കിടയിൽ സ്നേഹമുണ്ടായി തീരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകിയ വളരെ മഹത്തരമായൊരു പാഠമാണത്. നമുക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക, അതുവഴി സ്നേഹമുണ്ടായി തീരുകയും നമുക്കിടയിലുള്ള വിശ്വാസം സുദൃഢമാവുകയും, ഇണക്കം സുദൃഢമാകുന്നതിലൂടെ വിശ്വാസം സുദൃഢമാകുമെന്നാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ടാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖൗലായി ഉദ്ധരിക്കപ്പെടുന്നത് കാണാം. 3 കാര്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ആ 3 കാര്യങ്ങൾ അപരനായ സഹോദരൻ നമ്മെ സ്നേഹിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളാണ്. അതിൽ അദ്ദേഹം ആദ്യമായി പറയുന്നത് അൻ തുസല്ലിമ അലൈഹി ഇദാ ലഖീതഹു, സഹോദരനെ കണ്ടുമുട്ടിയാൽ സലാം ചൊല്ലണം. അങ്ങനെ സലാം ചൊല്ലിയാൽ അവന്റെ സ്നേഹം നിനക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. വതവസ്സഅ ലഹു ഫിൽ മജ്ലിസ്, ഒരു സദസ്സിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ സഹോദരൻ കടന്നു വരുന്നുണ്ടെങ്കിൽ ആ സദസ്സ് നമുക്കൊന്ന് വിശാലമാക്കി കൊടുക്കാൻ സാധിക്കണം. നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടം കുറച്ചുകൂടെ ഒന്ന് ഉയർത്തെഴുന്നേറ്റ് നിന്ന് അവന് സ്ഥലം കൊടുക്കാതെ അവന് പ്രയാസപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുത്. മറിച്ച് ഒതുങ്ങിയിരുന്നു കൊണ്ട് അവന് കൂടെ പരിഗണിച്ചവനെ ഇരുത്താൻ ശ്രമിച്ചു നോക്കുക. ആ മനുഷ്യൻ നമ്മളോട് ഒരു പ്രത്യേകമായ സ്നേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കും. വതദഊഹു ബിഅഹബ്ബി അസ്മാഇഹി ഇലൈഹി, അവൻ ഏറ്റവും പ്രിയപ്പെട്ട, അഥവാ നമ്മളുടെ സഹോദരൻ ഏതൊരു പേര് കൊണ്ടാണോ അവൻ വിളിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് ആ പേര് കൊണ്ട് അവനെ വിളിക്കുക. അവരെ ഏതെങ്കിലും നിലക്ക് രണ്ടാമതൊരു പേരിട്ടുകൊണ്ട് അവൻ തൃപ്തിപ്പെടാത്ത, ഇഷ്ടപ്പെടാത്ത പേരുകൾ അവൻ ഉപയോഗിക്കാതിരിക്കുക. ഈ 3 കാര്യങ്ങൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സൂചിപ്പിക്കുന്നത് കാണാം. അപ്പൊ അതിലും ആദ്യമായി അദ്ദേഹം പറഞ്ഞത് സലാം വ്യാപിപ്പിക്കുക, പരസ്പരം കണ്ടു കഴിഞ്ഞാൽ സലാം പറയുക എന്നുള്ളതാണ്. മാത്രമല്ല ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയ്യുൽ ഇസ്ലാമി ഖൈർ, ഏറ്റവും നല്ല ഇസ്ലാം ഏതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുകയാണ്. പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്ന മറുപടി എന്താ? തുതഇമിത് തആം, നിങ്ങൾ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ മറ്റുള്ള സഹോദരന്മാരായ ആളുകളെ ഭക്ഷിപ്പിക്കുക. വതുഖ്രിഇസ് സലാമ അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, അറിയുന്ന ആളുകളോടാണെങ്കിലും അറിയാത്തവരോടാണെങ്കിലും മുസ്ലിമാണെന്ന് മനസ്സിലായോ അവരെ കണ്ടാൽ സലാം പറയണം. മുസ്ലിമാണെന്ന് മനസ്സിലായാൽ സഹോദരനായ തന്റെ മുസ്ലിമിനോട് സലാം പറയുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഇസ്ലാമിന്റെ ഏറ്റവും മേന്മയേറിയ ഭാഗങ്ങൾ അതിൽപ്പെട്ട കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മാത്രമല്ല ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും സ്വഹാബത്തിനോട് എത്രമാത്രമാണ് ഈ സലാം വ്യാപിപ്പിക്കേണ്ടതിന്റെ ആ വിശാലത പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കണം. പ്രവാചകൻ പറയുന്നു, ഇദാ ലഖിയ അഹദുകും അഖാഹു ഫൽയുസല്ലിം അലൈഹി, സഹോദരനെ കണ്ടുമുട്ടിയാൽ നീ സലാം ചൊല്ലണം. വഇൻ ഹാലത് ബൈനഹുമാ ഷജറ ഔ ജിദാറുൻ ഔ ഹജർ, അങ്ങനെ അവർ പരസ്പരം കണ്ടുമുട്ടി സലാം ചൊല്ലി എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ അവർക്കിടയിൽ എന്തെങ്കിലും ഉണ്ട്, മറയിടപ്പെട്ടു. ചിലപ്പോൾ മരമായിരിക്കാം, അല്ലെങ്കിൽ മതിലായിരിക്കാം, മറ്റെന്തെങ്കിലുമൊക്കെ കൊണ്ട് മറയിടപ്പെട്ടാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സുമ്മ ലഖിയഹു, പിന്നെ നീ അവനെ കണ്ടുമുട്ടി, ഫൽയുസല്ലിം അലൈഹി അയ്ദാ, എങ്കിൽ വീണ്ടും നീ ആ മനുഷ്യനോട് സലാം പറയണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സലാം പറയാൻ നിന്നാൽ ഒരുപക്ഷെ ആളുകൾ നമ്മളെ ഏതെങ്കിലും നിലക്ക് മോശപ്പെട്ട രൂപത്തിലാണ് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ നമ്മൾ അതിന്റെ വലുപ്പത്തെ സംബന്ധിച്ച് തിരിച്ചറിയാത്തത് കൊണ്ടുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കണം. കാരണം സഹോദരന്മാരെ ചിന്തിച്ചു നോക്കുക, നമ്മൾ നമ്മളുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അല്ലേ? നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ യഥാർത്ഥത്തിൽ നമ്മൾ എന്താ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ സഹോദരന് സമാധാനം ഉണ്ടാവട്ടെ, രക്ഷയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരാണ് സഹോദരന്മാരെ
ആവർത്തിച്ചുകൊണ്ടൊരാൾ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എനിക്കത് വേണ്ട എന്ന് പറയുക. അപ്പൊ അതുകൊണ്ട് ഈ സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അതുകൊണ്ടാണ് മറ്റു മതസ്ഥർ അവരോട് സലാം പോയി അങ്ങോട്ട് പറയാൻ പാടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത്. കാരണം അവർക്ക് ഈ പറയപ്പെട്ട രൂപത്തിൽ നമ്മൾ സമാധാനവും രക്ഷയുമേകുന്ന ഈ പ്രാർത്ഥന അത് മുസ്ലിമീങ്ങൾക്കിടയിൽ പരസ്പരം പറയേണ്ട കാര്യമാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ലാ തബ്ദഉൽ യഹൂദ വലൻ നസാറാ ബിസ്സലാം. നിങ്ങൾ യഹൂദികളോടും നസാറാക്കളോടും അങ്ങോട്ട് സലാം കൊണ്ട് ആരംഭിക്കാൻ പാടില്ല. ഇനി അവർ ഇങ്ങോട്ട് സലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മറുപടി കൊടുക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഅലൈക്കും എന്ന് മാത്രമായിരിക്കണം. അങ്ങനെയാണ് അവർക്ക് മറുപടി കൊടുക്കേണ്ടത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുകയാണ്. അപ്പൊ സലാം വിശ്വാസികൾക്കിടയിൽ പരസ്പരം ഉണ്ടായിരിക്കേണ്ട, അവർക്കിടയിൽ പരസ്പരം പങ്കുവെക്കേണ്ട റബ്ബിനോട് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയുടെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ആ തിരിച്ചറിവുണ്ട് എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യാപിപ്പിക്കുന്നതിന്, ഇത് ആവർത്തിച്ചു പറയുന്നതിന് നമുക്ക് യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല എന്നാണ് ഈ ഹദീസുകൾ പഠിപ്പിച്ചു നൽകുന്നത്. മാത്രമല്ല ഹദീസുകൾ നോക്കുക, മഹദി ഖദീജ റളിയല്ലാഹു അൻഹയുടെ സവിശേഷതയായി നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആലയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും അവരുടെ മേൽ സലാം പറഞ്ഞു എന്നുള്ളതാണ്. ഒരു പ്രത്യേകതയായി മഹദി ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകതയായി പരാമർശിക്കപ്പെടുന്ന ഒരു കാര്യം ഹദീസുകളിൽ കാണാൻ സാധിക്കും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഹാദിഹി ഖദീജ ഖദ് അതത് മഅഹാ ഇനാ. ഖദീജ റളിയല്ലാഹു അൻഹ ഈ സമയത്ത് വരും, അവരുടെ കയ്യിൽ എന്തൊരു പാത്രമുണ്ടായിരിക്കും. അങ്ങനെ ആ പാത്രവുമായി അവർ കടന്നു വന്നു കഴിഞ്ഞാൽ ഫഇദാ ഹിയ അതത്ക, അവർ കടന്നു വന്നു കഴിഞ്ഞാൽ ഫഖറ അലൈഹിസ്സലാം മിൻ റബ്ബിഹാ വ മിന്നി, റബ്ബ് അവരോട് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് അവരോട് പറയണം. അതുപോലെ തന്നെ ഞാൻ അവരോട് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് മഹദി ഖദീജ റളിയല്ലാഹു അൻഹയോട് പറയണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് അവരുടെ ഒരു വലിയ സവിശേഷതയായിട്ടാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടോ? അപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും സലാം അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പിശുക്കനായ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മളൊക്കെ യഥാർത്ഥത്തിൽ നമ്മളുടെയൊക്കെ കയ്യിലുള്ള സമ്പത്ത് ചിലവഴിക്കുന്നതിന് സമ്മതം പ്രകടിപ്പിക്കാതിരുന്നാൽ, മടി കാണിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ നമ്മൾ പിശുക്കൻ എന്ന് പറയും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഅജസുൻ നാസി മൻ അഅജസ ഫിദ്ദുആ. ഒരു മനുഷ്യൻ അവൻ ഏറ്റവും അശക്തൻ എന്നവനെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് അവൻ പ്രാർത്ഥനയിൽ അശക്തത കാണിക്കുമ്പോഴാണ്. ഒരാൾക്ക് പ്രാർത്ഥിക്കാനൊന്നും വലിയ താല്പര്യമില്ല, അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അവൻ അശക്തനാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നാലോ വഅബ്ഖലുൻ നാസി മൻ ബഖില ബിസ്സലാം, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പിശുക്കൻ അവൻ സലാം കൊണ്ട് പിശുക്കനായവനാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, വളരെ ലളിതമായി നമ്മളുടെ വായ കൊണ്ട് ഉച്ചരിക്കാൻ സാധിക്കുന്ന സലാമിന്റെ വാക്കുകൾ അതൊരു മനുഷ്യൻ പറയുന്നില്ല, അവന് ലഭ്യമാകുന്ന ഇത്തരം വലിയ പ്രതിഫലം അവൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അവൻ കേവലം അവന്റെ നാവൊന്ന് ചലിപ്പിക്കുന്നതിന് കാണിക്കുന്ന ആ പിശുക്ക്, അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ മനുഷ്യനാണ് ഏറ്റവും വലിയ പിശുക്കനെന്ന് അവിടുന്ന് പഠിപ്പിച്ചു നൽകുകയാണ്. അതുകൊണ്ട് നമ്മളുടെ നാവുകൾ നമ്മളുടെ സഹോദരന്മാരെ കണ്ടുമുട്ടുമ്പോൾ സലാം പറയാൻ വേണ്ടി നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല അതിന്റെ ഈ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കേണ്ടതുണ്ട്. കാരണം അത് കേവലം ഒരു അഭിവാദ്യം അർപ്പിക്കലല്ല, ഏതെങ്കിലും മറ്റു മതസ്ഥരോ മറ്റുള്ള വിഭാഗം ആളുകളോ അവർക്കിടയിൽ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പറയുന്ന കേവലം വാക്കുകളല്ല അത്, മറിച്ച് അത് പ്രാർത്ഥനയാണ്. എന്റെ സഹോദരന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് സഹോദരനോട് നിർവഹിക്കുന്ന ഹക്കാണ് എന്നാണ്. ബാധ്യതയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു നൽകുകയാണ്. മാത്രമല്ല ഹദീസുകളിൽ കാണാം, അഫ്ശുസ് സലാമ കൈ തഅലൂ, പ്രവാചകൻ പ്രയോഗിച്ചതാണ്. അഥവാ നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക, കൈ തഅലൂ, നിങ്ങൾക്ക് ഉന്നതി പ്രാപിക്കാൻ വേണ്ടി. അപ്പൊ ചെറിയ ഒരു സുന്നത്ത് എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യമാണ് സലാം പറയുക എന്നത്. പക്ഷെ പ്രവാചകൻ പറഞ്ഞത് എന്താ? നിങ്ങൾക്ക് ഉന്നതി പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക. അപ്പൊ ഒരു സുന്നത്ത് നമ്മളുടെ ജീവിതത്തിൽ വ്യാപിപ്പിക്കുമ്പോ അതിലൂടെ നമുക്കിടയിൽ നമ്മളുടെ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഇസ്സത്ത് വർദ്ധിക്കുകയാണ് എന്നാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്.
അപ്പൊ സലാം വ്യാപിപ്പിക്കുക എന്നത് യഥാർത്ഥത്തിൽ നമുക്കിടയിൽ ഉന്നതി പ്രാപിക്കാൻ, വർദ്ധിക്കാനുള്ള കാരണമായി ഹദീസുകൾ നമുക്ക് പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാർ, ഈ ഒരു കാര്യത്തിൽ നമ്മൾ പിശുക്ക് കാണിക്കാതിരിക്കുക മാത്രമല്ല, അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന്റെ വലുപ്പം മനസ്സിലാക്കിക്കൊണ്ട് നമുക്കത് നിർവഹിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وعلى آله وصحبه أجمعين أما بعد. സലാം ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ പഠിപ്പിക്കപ്പെട്ട ചില മര്യാദകൾ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ഔലന്നാസി ബില്ലാഹി മൻ ബദഅഹും ബിസ്സലാം. ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവർ ആരാണോ സലാം കൊണ്ട് ആദ്യം ആരംഭിക്കുന്നത് അവരാണ്. അഥവാ നമ്മളോട് സമപ്രായക്കാരായ ആളുകളെ നമ്മൾ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവൻ ആദ്യം സലാം ചൊല്ലട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് പിന്നിലേക്ക് നിൽക്കാതെ നമ്മൾ കൂടുതൽ താല്പര്യപൂർവ്വം അത് നിർവഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ അത് കാരണമാകുമെന്നാണ് ഈ ഹദീസ് പറഞ്ഞു നൽകുന്നത്. നേരെ മറിച്ച് മുതിർന്നവരുമായി ബന്ധപ്പെട്ടും ചെറിയ കൂട്ടം വലിയ കൂട്ടത്തോടും ഇരിക്കുന്നവർ നിൽക്കുന്നവരോടുമൊക്കെ വിശദീകരിക്കുന്ന മറ്റ് റിവായത്തുകൾ കാണാൻ സാധിക്കും. അപ്പൊ പരസ്പരം ഒരേ തരക്കാരാണ് എങ്കിൽ അവർ ആരാണോ ആദ്യം തയ്യാറായി സലാം ചൊല്ലുന്നത് അവർക്ക് പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന മറ്റ് റിവായത്തിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, യുസല്ലിമുർ റാകിബു അൽ മാഷി. ഒരു വാഹനത്തിൽ പോകുന്ന മനുഷ്യൻ നടക്കുന്നവനോട് സലാം പറയണം. വൽ മാഷി അലൽ ഖാഇദ്. നടന്നു പോകുന്ന ഒരു മനുഷ്യൻ ഇരിക്കുന്നവനോട് സലാം പറയണം. വൽ ഖലീലു അലൽ കസീർ. ചെറിയ കൂട്ടം വലിയ കൂട്ടത്തോട് സലാം പറയണം. അപ്പൊ ഇതൊക്കെ സലാമുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട മര്യാദകളാണ്. അതുപോലെ തന്നെ ഹദീസിൽ കാണാം, യുസല്ലിമു സ്വഗീറു അലൽ കബീർ. ചെറിയ ഒരു മനുഷ്യൻ അഥവാ പ്രായം കൊണ്ട് ചെറിയ ഒരു മനുഷ്യൻ മുതിർന്ന ഒരാളോട് സലാം പറയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസ് കാണാൻ സാധിക്കും. ഇതല്ലാതെ പരസ്പരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമപ്രായക്കാരാണ് എങ്കിൽ അവർ ആരാണോ ആദ്യം തയ്യാറായി സലാം പറയാൻ മുന്നിട്ട് വരുന്നത് അവർക്ക് പ്രത്യേകമായ പ്രതിഫലമുണ്ട് എന്നും റബ്ബിലേക്ക് അത് മുഖേന അവർക്ക് അടുക്കാൻ സാധിക്കുമെന്നാണ് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട മറ്റൊരു മര്യാദയാണ് അപരനായ സഹോദരൻ കേൾക്കുമാറ് സലാം ചൊല്ലുക എന്നത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ പറയുക, ഇദാ സല്ലംത ഫഅസ്മി'. നീ സലാം പറയുകയാണെങ്കിൽ കേൾപ്പിച്ചുകൊണ്ട് സലാം പറയണം. ആരും കേൾക്കാത്തതുപോലെ പതിഞ്ഞ ശബ്ദത്തിൽ സലാം പറയുകയല്ല, കേൾപ്പിച്ചുകൊണ്ട് സലാം പറയണം. കാരണം പ്രവാചകൻ പറയുന്നു, ഫഇന്നഹാ തഹയ്യത്തും മിൻ ഇൻദില്ലാഹ് മുബാറകതൻ തയ്യിബ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള അഭിവാദ്യമാണ്. അത് പറയുന്നതിന് നമുക്കൊരു മടിയോ അത് ഉറക്കെ വിളിച്ചു പറയുന്നതിന് ഒരു ലജ്ജയോ വേണ്ടതില്ല. റബ്ബ് പഠിപ്പിച്ച റബ്ബിൽ നിന്നുള്ള ഒരു അഭിവാദ്യമാണത്. മുബാറകതൻ തയ്യിബ. അത് അനുഗ്രഹീതവും ഏറ്റവും വിശിഷ്ടവുമാണ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഫഇല്ലം യുസ്മിഅഹു ലം യകുൻ ആതിയം ബിസ്സുന്ന. ഒരാൾ തന്റെ സഹോദരനെ കേൾപ്പിച്ചുകൊണ്ടല്ല സലാം പറയുന്നത് എങ്കിൽ അവൻ യഥാർത്ഥത്തിൽ ആ സുന്നത്ത് നടപ്പിലാക്കിയിട്ടില്ല എന്നാണ്. അപ്പൊ സലാം പറയുമ്പോൾ കേൾപ്പിച്ചുകൊണ്ട് സലാം പറയാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു നിയമമായി പ്രവാചകൻ പഠിപ്പിച്ചതാണ്, ഒരു സദസ്സിലേക്ക് കയറി വരുമ്പോ ആ സദസ്സിലുള്ളവരോട് സലാം പറയുക, ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴും സലാം പറയുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫലൈസത്തിൽ ഊലാ ബിഅഹഖ മിനൽ ആഖിറ. അതിലെ കയറി വരുമ്പോൾ സലാം പറയാൻ പലർക്കും താല്പര്യമുണ്ടാവും, പിരിഞ്ഞു പോകുമ്പോൾ സലാം പറയാൻ പലർക്കും താല്പര്യക്കുറവുണ്ടാവും. പ്രവാചകൻ പറയുന്നു, ഇതിൽ നമ്മൾ ഒന്നാമത്തെ പിരിഞ്ഞു പോകുമ്പോൾ പറയുന്ന സലാമിനേക്കാൾ മികച്ചതല്ല നമ്മൾ കയറി വരുമ്പോൾ ചൊല്ലുന്ന സലാം എന്ന് പ്രവാചകൻ സ്വലം പഠിപ്പിക്കണം. അഥവാ രണ്ട് സലാമും ഒരുപോലെയാണ്. സദസ്സിലേക്ക് കയറി വരുമ്പോഴുള്ള ആ സലാം പറച്ചിലിന്റെ അതേ പ്രാധാന്യം
പിരിഞ്ഞു പോകുമ്പോൾ പറയുന്ന സലാമിനുണ്ട് എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുന്നത്. മാത്രമല്ല ഹദീസുകളിൽ കാണാൻ സാധിക്കും സലാമുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സുന്നത്താണ് പരസ്പരം മുസാഫഹത്ത് ചെയ്യുക എന്നത്. എത്രത്തോളം എന്ന് പറയുമ്പോൾ ആ മുസാഫഹത്തിലൂടെ നമ്മളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്, അത് കൊഴിഞ്ഞു പോവുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാൻ സാധിക്കും അതിന് പ്രവാചകൻ പ്രയോഗിച്ചത് ഇവർ ഇരുവരുടെയും പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്നാണ്. മരത്തിൽ നിന്ന് ഇല കൊഴിഞ്ഞു പോകുന്നത് കണക്കെ ഈ മനുഷ്യന്മാരുടെ രണ്ടുപേരുടെയും പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇതൊക്കെ വളരെ ചെറുത് എന്ന് നമുക്ക് തോന്നുന്ന സുന്നത്തുകൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുമ്പോൾ പുലർത്തുമ്പോൾ വളരെ വലിയ അനുഗ്രഹങ്ങളാണ് അതിലൂടെ ലഭ്യമാകുന്നത് എന്ന് ഈ ഹദീസുകളൊക്കെ പറഞ്ഞു നൽകുന്നു. അവസാനമായി സഹോദരന്മാരെ, സലാമുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്ന മറ്റൊന്നാണ് പരമാവധി സലാമിന്റെ വാക്കുകൾ വർദ്ധിപ്പിക്കുക എന്നത്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സദസ്സിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 10 പ്രതിഫലമുണ്ട്. മറ്റൊരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു 20 പ്രതിഫലമുണ്ട്. വേറൊരു മനുഷ്യൻ വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു 30 പ്രതിഫലമുണ്ട്. കണ്ടോ? അപ്പൊ സലാമിന്റെ വാക്കുകൾ അധികരിപ്പിക്കുന്നതിലൂടെ പ്രതിഫലം വർദ്ധിക്കുമെന്നാണ് ഈ ഹദീസ് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ഇത്തരം സുന്നത്തുകൾ അത് നമ്മളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് വിശ്വാസികൾക്കിടയിൽ ഉണ്ടാക്കുന്ന സ്വാധീനം അത് ചെറുതല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. അത് പരസ്പരമുള്ള ബാധ്യതകളുടെ ഭാഗമാണ് എന്ന് ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അതുകൊണ്ട് ഇത്തരം സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവനെ ഭയപ്പെടുകയും പ്രവാചക മാതൃക സ്വീകരിക്കുകയും ചെയ്യുന്ന ശരിയായ വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ കടബാധ്യതകൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ശാരീരികമായ പ്രയാസങ്ങൾ, മനപ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين آمين برحمتك يا أرحم الراحمين.